പെട്ടെന്നുള്ള ക്ഷീണം, അകാരണമായി ഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുക, മുടി കൊഴിച്ചിൽ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധ കൊടുക്കാത്ത എന്നാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റി നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രധാനമായും 3 ഹോർമോണുകളാണ് ഇവ ഉണ്ടാക്കുന്നത്: T3, T4, കാൽസിറ്റോൺ. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഊർജ്ജമായി മാറ്റുന്നത് ഇവയാണ്. ഇനി കാൽസിറ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ കാൽഷ്യം ലെവലിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു എലമെന്റ് ആണ് അയോഡിൻ. നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന അയോഡിൻ ഉപയോഗിച്ചാണ് ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഹൃദയമിടിപ്പ്, ബോഡി ടെമ്പറേച്ചർ, വെയിറ്റ്, സ്കിന്നിന്റെയും ഹെയറിന്റെയും ആരോഗ്യം, ഈവൻ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പോലും സ്വാധീനിക്കാൻ ഈ ഹോർമോൺസിന് സാധിക്കും. പക്ഷേ ഈ താളം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് തെറ്റാം. അപ്പോഴാണ് തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. 1. ഹൈപ്പോ തൈറോയിഡിസം, അതായത് ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കാത്ത അവസ്ഥ. ക്ഷീണം, ഭാരം കൂടുക, തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരിക, മുടി കൊഴിച്ചിൽ, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. 2. ഹൈപ്പർ തൈറോയിഡിസം, അതായത് അമിതമായി തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന അവസ്ഥ. ഭാരം കുറയുക, അമിതമായി വിയർക്കുക, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ രോഗങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് TSH. നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ആണ് TSH. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ജോലിയാണ് TSH ചെയ്യുന്നത്. സോ ഇതിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന അയോഡിൻ റിച്ച് ഫുഡ്സ് താഴെ കമന്റ് ചെയ്യുക.